ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രസക്തി ഒട്ടും കുറയാത്ത 8 നോമ്പ് ആചരണത്തിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവി തിരുനാളിന് ഒരുക്കമായി നമ്മൾ പരിശുദ്ധമായ 8 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ, കേരള സഭയെ പ്രത്യേകിച്ച് മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് 8 നോമ്പ് നമ്മുടെ പാരമ്പര്യത്തിനോട് ഇഴകി ചേർന്ന് കിടക്കുന്നതാണ്. ആത്മീയമായ ഒരു ഒരുക്കമാണ് ഇതെങ്കിലും 8 നോമ്പ് ഒരുപാട് മറ്റു തരത്തിലുള്ള മാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 8 നോമ്പിൻ്റെ ഐതിഹ്യം പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 8 നോമ്പിൻ്റെ ഉത്ഭവത്തെ പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ആ കാലത്തിലെ ക്രിസ്തു മതത്തിനെതിരെ നടന്ന വിവിധ തരത്തിലുള്ള മതമർദ്ദനങ്ങളിലേക്കാണ്. അതിൽ എല്ലാവരും ഒരുപോലെ ശരിവെക്കുന്ന ഒന്നാണ് കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് ഭാരത ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലായ ഇരിങ്ങാലക്കുട രൂപതയിലെ കൊടുങ്ങല്ലൂർ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ വരവോടുകൂടി ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹമുണ്ടായിരുന്നു. തോമാസ് ശ്ലീഹായ്ക്കുണ്ടായിരുന്ന അതേ ദൈവമാതൃഭക്തി അദ്ദേഹം സ്ഥാപിച്ച സഭകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. കൊടുങ്ങല്ലൂരിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലൊരു പള്ളിയും ഉണ്ടായിരുന്നു. ഇന്ന് ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ പുനർനിർണയം ചെയ്യപ്പെട്ട ഒരു പള്ളിയുണ്ട്. AD 7-8 നൂറ്റാണ്ടുകളിൽ കൊടുങ്ങല്ലൂരിലെ ക്രിസ്ത്യാനികൾ ഒരുപാട് മതപീഡനങ്ങൾക്ക് വിധേയരായി. ഈ സമയങ്ങളിൽ കൊടുങ്ങല്ലൂരിലെ നസ്രാണികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി 8 ദിവസം നോമ്പും ഉപവാസവുമായി പ്രാർത്ഥിച്ചിരുന്നു. ടിപ്പുവിൻ്റെ കാലത്തും മധ്യ കേരളത്തിലെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ ടിപ്പുവിൻ്റെ സൈന്യം തകർക്കുകയും സ്ത്രീകളെ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തിരുന്നു. ടിപ്പുവിൻ്റെ പടയിൽ നിന്നും രക്ഷ നേടുന്നതിനായി സ്ത്രീകൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ സ്ത്രീകളുടെ നോമ്പ് കന്യക നോമ്പ് എന്ന പേരും 8 നോമ്പിന് വന്നു. ഇത്തരത്തിൽ മതമർദ്ദനങ്ങളിൽ നിന്നുള്ള രക്ഷ നേടുന്നതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് 8 നോമ്പിൻ്റെ ഉത്ഭവത്തിന് കാരണമായെന്ന് ഇതുപോലെയുള്ള ഐതിഹ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 8 നോമ്പിൻ്റെ ഇന്നിൻ്റെ പ്രസക്തി എന്താണ്? ഇനി നമ്മുടെ വർത്തമാന കാലത്തിലേക്ക് വന്നാൽ 8 നോമ്പിൻ്റെ അന്നിൻ്റെ പ്രസക്തി ഇന്നും കുറയാതെ നിലനിൽക്കുന്നുണ്ട് എന്ന് സമീപകാല സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ക്രിസ്തു മതവും ക്രിസ്ത്യാനികളും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ തീവ്രവാദികൾ നശിപ്പിക്കുന്നു. ഉദാഹരണത്തിന് തുർക്കിയിലെ ഹാഗിയ സോഫിയ, ശ്രീലങ്കയിലെ പള്ളി ആക്രമണം, ക്രൈസ്തവ ചിഹ്നങ്ങളെ തേച്ചു മായ്ച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ മതനിന്ദ കുറ്റങ്ങളും മറ്റും ആരോപിച്ചുകൊണ്ട് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ യൂറോപ്യൻ രാജ്യങ്ങളുടെ ജനാധിപത്യ ലിബറൽ നയങ്ങളെ ചുവട് പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അവിടെയുള്ള ക്രൈസ്തവരെ ആക്രമിക്കുന്ന അന്തരീക്ഷം നാം കാണുന്നതാണ്. ഇനി നമ്മുടെ ജന്മഭൂമിയായ ഭാരതത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെയും സ്ഥിതി ഒട്ടും മെച്ചമല്ല. ഉത്തരേന്ത്യയിലെമ്പാടും ക്രിസ്ത്യൻ മിഷണറിമാരെ വേട്ടയാടുന്നു. ഛത്തീസ്ഗഡിൽ ഈ നാളുകളിൽ നടന്ന സംഭവവികാസങ്ങൾ നമുക്കറിയാം. പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോലും ക്രൈസ്തവരെ അനുവദിക്കാത്ത അവസ്ഥ, ക്രൈസ്തവ അഗതി മന്ദിരങ്ങളെ പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അധിക്ഷേപിക്കുന്നു. നാം ജീവിക്കുന്ന കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് തോന്നുമെങ്കിലും ഇന്ന് കേരളത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹമായി ക്രിസ്ത്യൻ സമുദായം മാറുന്നു. കേരള നവോത്ഥാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ക്രിസ്ത്യൻ സമുദായത്തെ ഇന്ന് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വിദ്യാഭ്യാസ തലങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാഹചര്യവും ഉണ്ട്. ക്രിസ്തുമതം ഏറെ പരിശുദ്ധിയോടെ നോക്കിക്കാണുന്ന പൗരോഹിത്യത്തെയും സന്യാസത്തെയും മലയാള സിനിമയിലും മാധ്യമങ്ങളിലെ കോമഡി പരിപാടികളിൽ പോലും
ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും മറ്റും വികലമാക്കി അവതരിപ്പിക്കുന്നു. മാധ്യമങ്ങളിലൂടെ വിശുദ്ധ കൂദാശകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാരം പോലെയുള്ളവയെ അശ്ലീലമായി സമൂഹത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ട് ക്രിസ്തു മതത്തെ, പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയെ പരസ്യമായി ആക്ഷേപിക്കുവാൻ ആർക്കും മടിയില്ലാതെ ആയി. ക്രിസ്തു മതത്തിലെ പെൺകുട്ടികളെ തെരഞ്ഞുപിടിച്ച് മതപരിവർത്തനം ചെയ്യുക എന്ന ഗൂഢ ഉദ്ദേശത്തോടെ പ്രണയക്കെണികൾ അതിൽ അവരെ വീഴ്ത്തുന്നു. സഭയിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് തേജോവധം ചെയ്യുന്ന മുഖ്യധാര മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കൃത്യമായ സംവരണമില്ലാത്തത് കൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് സർക്കാർ തലങ്ങളിൽ ഒരു ജോലി പോലും കിട്ടുന്നില്ല. റാങ്ക് പട്ടികയിൽ വന്നാൽ പോലും സംവരണമില്ലാത്തത് കൊണ്ട് തഴയപ്പെടുന്ന ഒരവസ്ഥ. എന്നിങ്ങനെ നാമും പരോക്ഷമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ സമുദായത്തെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്നത് എന്തുകൊണ്ട് നാം ഓരോരുത്തരും അറിയാതെ പോകുന്നു. ചുരുക്കത്തിൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മതപീഡനങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകയുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക എന്നത്. കാരണം മറ്റൊന്നുമല്ല, മംഗളവാർത്ത ശ്രവിച്ചതു മുതൽ ഗാഗുൽത്ത വരെ അരുമസുതനോടൊപ്പം അവന്റെ നിഴലായി ആ അമ്മ ഉണ്ടായിരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ചിന്നിച്ചിതറിയ ശിശുസമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് തൻ്റെ പുത്രന്റെ മൗതിക ശരീരമായ സഭാസമൂഹത്തെ പണിതുയർത്തുവാൻ ആ അമ്മ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് മാരകമായ ലഹരിക്കും മറ്റ് ദുശീലങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന യുവജനങ്ങളുടെയും കുട്ടികളുടെയും സംഖ്യ വർദ്ധിച്ചു വരികയാണല്ലോ. ഒപ്പം തെറ്റായ പ്രേമബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നവരുടെയും എണ്ണം കൂടി വരുന്നു. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈ 8 നോമ്പ് മിശിഹായുടെ സഭയെ ചിതറിക്കുവാൻ നോക്കുന്ന ചിദ്രശക്തികളെ നശിപ്പിച്ച് അവൻ്റെ സഭയെ പണിതുയർത്തുവാനുള്ള അനുഗ്രഹവും അഭിഷേകവും നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും രാവും പകലും നമുക്ക് എല്ലാവർക്കും ശക്തമായ കോട്ടയായിരിക്കട്ടെ. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.